ധ്യാൻ ചേട്ടൻ ഇതിലേക്ക് എങ്ങനെ കാപ്പി ചെയ്യപ്പെട്ടു? ശരിക്കും പറഞ്ഞ നമ്മുടെ രാജമാണിക്യ സിനിമ പോലെ ഒരു പാതിരാത്രി ചെന്നിട്ട് ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെയ്താണ്. അപ്പൊ ചേട്ടൻ നല്ല ഉറക്കത്തിനാണ്. അപ്പൊ രാവിലെ വരാൻ സുരേഷേട്ടനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചെല്ലുമ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷ്, എന്റെ കൺട്രോളർ സുരേഷേട്ടനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോന്ന് അറിയണോ, രാവിലെ 9 മണി ആയപ്പോൾ കൂടി ചെന്ന്. അപ്പൊ സുരേഷ് നമ്മുടെ ധ്യാൻചേട്ടനൊക്കെ ഷട്ടിൽ ബാറ്റ് വെച്ചിരിക്കുക തടി കുറയ്ക്കാൻ വേണ്ടിട്ട് വീട്ടില്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഞാനും സുരേഷേട്ടനും പിന്നെ എന്റെ ഒരു ചെറിയുണ്ട് ഷട്ടിൽ വെച്ചിട്ടിരിക്കുന്നു. ഇല്ല, ഞാൻ സുരേഷിനും കൂടി വന്നത്. ആള് കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ധ്യാനം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നത്. ബ്രോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കണ്ടന്റ് സ്പ്രെഡ് ചെയ്യുന്ന പേജുകളെ കുറിച്ച് ബ്രോയുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. അല്ല, ഇതൊരു അവയർനെസ്സും കൂടെ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എനിക്കൊന്നും ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷനോ വേണ്ട? ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തു എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരിപ്പോ എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലം. ഫേസ്ബുക്ക് മാത്രമല്ല, ഉണ്ടല്ലേ? ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൈലബിൾ ആണ്, 10,000 രൂപ, അതിൽ 5,000 രൂപ എപ്പോൾ അഡ്വാൻസ് ചെയ്യണം? ഒന്നും അല്ലല്ല, 5,000 രൂപ നേരിട്ടാണെങ്കിൽ ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും പിന്നെ യുവമാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും പറയാൻ കുറച്ച് അടിയുണ്ടാവും. അല്ല, ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇതിപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ, ഇപ്പൊ ടൂർ പോകുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല. അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പൊ സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനും എന്ന് പറഞ്ഞൊരു സ്റ്റോറി വന്നു. കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളവരുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള പരിപാടികൾ കൊച്ചിന് നടക്കുക.
ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഈ ഇപ്പൊ ഉള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ, ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് ആക്റ്റീവായിട്ടൊരു ജില്ലയാണെന്ന് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ വെച്ച് നിൽക്കുകയാണ്. മറ്റ് ജില്ലകളെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് പ്രശാന്ത് തന്നെ മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അത് പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. പ്രമോദേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല. വെറുതെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ